വീണ്ടും പ്രസ്താവനകളുമായി വെള്ളാപ്പള്ളി നടേശൻ. ഹിന്ദു ഐക്യവേദിക്ക് ഹിന്ദുക്കളുടെ കുത്തക അവകാശമില്ലെന്ന് വെള്ളാപ്പള്ളി. സിപിഎമ്മിനായി സംഘപരിവാർ സംഘടനകളെ വെല്ലുവിളിച്ചുള്ള വെള്ളാപ്പള്ളിയുടെ നീക്കമേറെ ശ്രദ്ധേയമാവുകയാണ്. ബിജെപിയെയും സംഘപരിവാറിനെയും തള്ളിപ്പറഞ്ഞുള്ള നിലപാട് സമീപകാലത്ത് വെള്ളാപ്പള്ളിയിൽ നിന്ന് ആദ്യമായി ഉണ്ടാവുകയാണ്. ഹിന്ദു ഐക്യവേദി SNDP-NSS കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അതൊക്കെ ഞങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നാണ് അവർ പറയുന്നത്. ഹിന്ദു ഐക്യവേദിയൊക്കെ പറട്ടെ. അപ്പോൾ അവരെ എനിക്കറിയാവുന്ന ഭാഷ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഞങ്ങളാരും ഹിന്ദുക്കളല്ലെന്നാണ് അവർ പറഞ്ഞത്. ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഹിന്ദുക്കളുടെ എല്ലാത്തിൻ്റെ കുത്തകാവകാശം എന്ന് പറഞ്ഞ അറിവില്ല. ആദ്യം എതിർപ്പ് പറഞ്ഞ BJP-യിലെ പലർക്കും അതേ ശക്തി ഇപ്പോൾ ഇല്ല. പാരലായിട്ട് യോഗം കൂടുമെന്ന് പറഞ്ഞതല്ലാതെ അതിൻ്റെതായ ശക്തമായ ഒരു നീക്കം കാണുന്നില്ല. പക്ഷേ ഇതിനെ കൂടുന്നത് ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന് കുമ്മനം പറയണമെന്ന് ഞാൻ കേട്ടു. അതുകൊണ്ട് BJP-യുടെ ഭാഗത്തു നിന്ന് ആദ്യം കണ്ട എതിർപ്പ് ശക്തമായിട്ട് തുടർന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ജനം ഒഴുകി ഈ സംഗമത്തോടുകൂടി ചേർന്ന് കഴിഞ്ഞു. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുമ്പോൾ ശ്രീജിത്ത് തുറന്നടിച്ച് പറയുന്നത് വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല. പക്ഷേ ഇങ്ങനെ BJP-യും സംഘപരിവാറിനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞുള്ള ഒരു നിലപാട് ഈയടുത്ത് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുമില്ല. ഏത് തരത്തിൽ വ്യാഖ്യാനിക്കണം? തീർച്ചയായും രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും. അപർണ, കഴിഞ്ഞ കുറച്ചു കാലമായി നമുക്കറിയാം ഈ ഹിന്ദുക്കളുടെ ഏകോപനത്തിനൊക്കെ വേണ്ടി വലിയ യാത്രയൊക്കെ നടത്തിയ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് മാറുന്നു. കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ടും പ്രതിപക്ഷ നേതാവ് VD സതീശനെ കടന്നാക്രമിച്ചുകൊണ്ടുമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം രംഗത്തെത്തിയത്. ലീഗിനെ കടന്നാക്രമിക്കുന്ന രാഷ്ട്രീയം നമ്മൾ കണ്ടതാണ്. അതിനെല്ലാം പിന്നാലെയാണ് ഫലത്തിൽ BJP-യെയും അതിനും അപ്പുറത്തേക്ക് നിൽക്കുന്ന RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിവാർ സംഘടനയായ ഹിന്ദു ഐക്യവേദിക്കെതിരെ രംഗത്ത് വരുന്നത്. ഹിന്ദുക്കളുടെ കുത്തകാവകാശം ഹിന്ദു ഐക്യവേദിക്കില്ല എന്ന് തുറന്നടിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രവുമല്ല, ഈ അയ്യപ്പ ഭക്ത സംഗമം അതൊരു അത്ഭുതമായി മാറും. അതിനോട് പിന്തിരിഞ്ഞു നിൽക്കുന്നവർ അപഹാസ്യരായി തീരും എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. BJP ആദ്യം വലിയ എതിർപ്പുമായി രംഗത്ത് വരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് അങ്ങനെ ഒരു എതിർപ്പില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, ഈ കേസുകളെല്ലാം പിൻവലിക്കണമെന്ന് NSS ഉൾപ്പെടെ ആവശ്യപ്പെട്ടതാണ്. അവിടെ SNDP കുറച്ചുകൂടി ഈ കേസുകളുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും പിൻവലിക്കുക എന്ന സർക്കാർ നിലപാട് ഫലത്തിൽ എടുത്ത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഫലത്തിൽ ഏതാണ്ട് CPM ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന് അനുകൂലമായ പരിപൂർണമായ ഒരു നിലപാടിലേക്ക് രംഗത്തെത്തുകയാണ്. രാഷ്ട്രീയ നിലപാട് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. തീർച്ചയായും സർക്കാരിന് ഒരു പരിധിവരെ ആശ്വാസം അത് SNDP ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല, NSSും ഈ വിഷയത്തിൽ ഒപ്പം നിൽക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ CPM-ന്റെ ഉണ്ടായ വലിയൊരു വോട്ട് ചോർച്ച അത് പരിഹരിക്കാൻ CPM പല ശ്രമങ്ങളും നടത്തുന്നു. മലപ്പുറം വിരുദ്ധ പരാമർശം വെള്ളാപ്പള്ളി നടത്തിയപ്പോൾ കണിച്ചുകുളങ്ങരയിൽ നടന്ന പരിപാടിയിൽ തന്നെ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളെ വളരെ കൃത്യമായി പുകഴ്ത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ നമ്മൾ കണ്ടു. അതൊരു CPM-ന്റെ വലിയ ശ്രമമായിരുന്നു ഈ വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ളത്. അടിസ്ഥാന വോട്ടുകൾ അത് CPM-നൊപ്പം നിൽക്കുന്ന വോട്ടുകളാണ് എന്ന് അവർ വിലയിരുത്തുന്നുണ്ട്. CPM നേതാവ് ശ്രീ KL കുമാർ നമുക്ക് ചേർന്നു. ശ്രീ KL കുമാർ, ഹിന്ദു ഐക്യവേദിക്ക് ഹിന്ദുക്കളുടെ കുത്തക അവകാശപ്പെടാൻ കഴിയുകയില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ അത് CPM പറയുന്ന കാര്യമാണ്. ഹിന്ദുക്കളെ നിർത്തിക്കൊണ്ട് കൂടുതൽ അടുപ്പിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നീക്കത്തിലേക്ക് ഇടതുപക്ഷം കടക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ രാഷ്ട്രീയപരമായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടി വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടി CPM-ന് വേണ്ടി കൂടിയാണോ? അല്ലല്ല, ഇടതുപക്ഷത്തിന് വേണ്ടി പ്രത്യേകിച്ച് ആരെയും പറയാൻ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുമില്ല, അധികാരപ്പെടുത്തിയിട്ടുമില്ല. ഞങ്ങളുടെ നിലപാട് സ്വതന്ത്രമായ പ്ലാറ്റ്ഫോമിൽ ഉറച്ചുകൊണ്ട് പറയുന്നു. മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന എല്ലാ സംഘടനകളും ആ മതത്തിന്റെ പേരിൽ ആ മതത്തെ ദുരുപയോഗിക്കുകയാണ്. അത് ഹിന്ദു ഐക്യവേദിയാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും മതത്തെ ദുരുപയോഗിക്കുന്നുണ്ട്. അവരതിൽ നിന്ന് പിൻവാങ്ങിയാൽ മാത്രമേ ഒരു മതനിരപേക്ഷ ഭാരതം, മതനിരപേക്ഷ കേരളം നിലനിൽക്കുകയുള്ളൂ. അത് ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ചില ആളുകൾ ചില സന്ദർഭത്തിൽ വ്യതിചലിച്ചു പോകാറുണ്ട്. എന്നാൽ ഈ ആശയത്തിൽ ഉറച്ചു മതനിരപേക്ഷതയിൽ പലപ്പോഴും പലരും സംസാരിക്കാറുണ്ട്. ശ്രീനാരായണ ഗുരുദർശനം മുന്നോട്ട് വെക്കുന്നവർക്ക് മതനിരപേക്ഷതയിൽ ഉറച്ചു സംസാരിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഹിന്ദു ഐക്യവേദി സദുദ്ദേശപരമല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ
അതിന് പിന്തുണ കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. ഞങ്ങൾ ഇതിന് പിന്തുണ കൊടുക്കും. ശ്രീ കെ എൽ കുമാർ കോൺഗ്രസിനെയും വിമർശിക്കുന്നു, വെള്ളാപ്പള്ളി നടേശൻ BJPയെയും വിമർശിക്കുന്നു, സംഘപരിവാറിനെയും വിമർശിക്കുന്നു. CPMഉം ഇടതുപക്ഷവും പറയുന്ന വാദങ്ങൾ ആവർത്തിക്കുകയോ അത് മറ്റൊരു ഭാഷയിൽ പറയുകയോ ചെയ്യുന്നു. നിങ്ങൾ പറയാൻ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും വെള്ളാപ്പള്ളിയുടെ ഒരു പിന്തുണ ഉണ്ടാകുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് ഇനി കേരളം കടക്കുന്ന സാഹചര്യത്തിൽ അതൊരു പരോക്ഷ പിന്തുണയായിട്ട് ഇടതുപക്ഷം എടുക്കുന്നുണ്ടാവില്ലേ? ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടല്ല ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. രാജ്യമുണ്ടെങ്കിലേ തെരഞ്ഞെടുപ്പുള്ളൂ. ഭാരതമില്ലേ എന്ത് തെരഞ്ഞെടുപ്പ്? കേരളമില്ലേ എന്ത് തെരഞ്ഞെടുപ്പ്? ആദ്യം നമുക്ക് സമാധാനപൂർണമായൊരു കേരളം വേണം. അതിന് വർഗീയതയിൽ നിന്ന് കേരളം പുറകോട്ട് പോകണം. ഇന്നലെ ഗുരുദേവ ദർശനങ്ങളെ കുറിച്ച് ലോകത്തെല്ലായിടത്തും പറയുമ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാവരും ചേർന്ന ഒരു ഏകതയിലേക്ക് പോകണമെന്നുള്ള കാഴ്ചപ്പാടല്ലേ ഉള്ളത്. അപ്പൊ അവിടെ ഹിന്ദു ഐക്യവേദി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാം എന്നെല്ലാം പറഞ്ഞ അവനവനവന്റെ മതത്തിൽ നിൽക്കുക എന്നുള്ളതല്ല, അവരുടെ സുഖത്തിനായി വരയണമെന്നല്ലേ ഗുരുദേവൻ പറഞ്ഞത്. അത് വെള്ളാപ്പള്ളി പറയുന്നത് ഗുരുദേവ ദർശനമായിട്ട് വായിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഗുരുദേവ ദർശനം പറയണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതേ പറയാവൂ, അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒറ്റ സെക്കൻഡ് ദയവായി ശ്രീ കെ എൽ കുമാർ ഒന്ന് തുടരുക. ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു നോക്കും. നമുക്ക് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ആ വാക്ക് ഒന്ന് കേട്ടിട്ട് വരാം. ഹിന്ദു ഐക്യവേദി SNDP NSSനെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എടുക്കുകയാണൊക്കെ ഞങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നാണ് അവർ പറയുന്നത്. ഹിന്ദു ഐക്യവേദിയൊക്കെ വരട്ടെ, അപ്പോൾ അവരെ എനിക്കറിയാവുന്ന ഭാഷ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഞങ്ങളാരും ഹിന്ദുക്കളല്ലെന്നാണ് അവർ പറഞ്ഞത്. ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഹിന്ദുക്കളുടെ എല്ലാത്തിൻ്റെ കുത്തകാവകാശം ഒന്നും അവർക്ക് ആർക്കുമില്ല. ആദ്യം എതിർപ്പ് പറഞ്ഞ BJPയിലെ പലർക്കും അതേ ശക്തി ഇപ്പോൾ ഇല്ല. ഇപ്പം പാരലായിട്ട് യോഗം കൂടുമെന്ന് പറഞ്ഞതല്ലാതെ അതിൻ്റെതായ ശക്തമായ ഒരു നീക്കം കാണുന്നില്ല. പക്ഷെ ഇതിനെ കൂടുന്നത് ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന് കുമ്മനം പറയണമെന്ന് ഞാൻ കേട്ടു. അതുകൊണ്ട് BJPയുടെ ഭാഗത്തു നിന്ന് ആദ്യം കണ്ട എതിർപ്പ് ശക്തമായിട്ട് തുടർന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ജനം ഒഴുകി ഈ സംഗമത്തോടുകൂടി ചേർന്ന് കഴിഞ്ഞു. ശ്രീ RV ബാബു, ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധം, ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെയുള്ള പ്രതിഷേധം, അത് ടോട്ടൽ ഹിന്ദുക്കളുടെ പ്രതിഷേധമായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഹിന്ദു ഐക്യവേദിക്ക് ഹിന്ദുക്കളുടെ കുത്തകയൊന്നുമില്ല എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. ഈഴവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിലപാട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒട്ടും മുഖവില കൊടുക്കാതിരിക്കുകയില്ലല്ലോ. ഏത് തരത്തിൽ കാണുന്നു? വെള്ളാപ്പള്ളി നടേശന് അത് പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം അത് പറയുന്നു. ഹിന്ദു ഐക്യവേദി മൊത്തം ഹിന്ദുക്കളുടെ കുത്തക എടുത്ത് സംസാരിക്കാറുമില്ല. ഹിന്ദു ഐക്യവേദി ഹിന്ദു സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നു. മൊത്തം ഹിന്ദു സമൂഹത്തിന് ഗുണകരമാണ് എന്ന് തോന്നുന്ന അഭിപ്രായം പറയുന്നു. അപ്പൊ അതിനോട് യോജിക്കാനും വിയോജിക്കാനും വെള്ളാപ്പള്ളി നടേശന് അവകാശമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഒരു ശക്തനായ സമുദായ നേതാവാണ്. ഹിന്ദു സമൂഹത്തിൽ തന്നെയുള്ള ഒരു വലിയ വിഭാഗത്തിന്റെ നേതാവാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ വ്യത്യസ്തമായ നിലപാടുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് ഞങ്ങൾ സംസാരിക്കും. അദ്ദേഹത്തെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇന്നോ നാളെയോ ആയിട്ട് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹവുമായിട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കൈമാറും. ഈ വിഷയത്തിൽ ആദ്യമായിട്ടല്ല ഹിന്ദു ഐക്യവേദിയുടെ അഭിപ്രായത്തിന് വിരുദ്ധമായി വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ സുകുമാരൻ നായരോ പറഞ്ഞിട്ടുള്ളത്. പല വിഷയങ്ങളിലും ഹിന്ദു